ഇവിടെ അദാനിയുടെ ആയുധ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഡ്രോണുകളൊക്കെയാണ് ഇന്ന് ഗാസയിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം അപഹരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും റോക്കറ്റുകളും കപ്പലിൽ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യ എന്ന് പറയുന്ന മൂന്നാം ലോക രാജ്യത്തിന്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരാൾ രാഷ്ട്രപിതാവായ ഒരു രാജ്യം ഗാസയിലെ നിരപരാധികളായ ജനങ്ങളുടെ ജീവിതം അപഹരിക്കാൻ വേണ്ടി ആയുധങ്ങൾ വിതരണം അയക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപമാനകരമായ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ട്? പാർലമെന്റിൽ ഈ വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 149 രാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച ആ ഒരു പ്രമേയത്തിൽ ഭാഗമാക്കാകാൻ പോലും അഹിംസ സിദ്ധാന്തമാക്കിയ ഈ രാജ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളത്. ഗാസയില് കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് തർക്കമുണ്ടെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 68,000 70,000 എന്ന് മാത്രം പറയാൻ പാടില്ല. ഗാസയിൽ 2.5 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു. ഗാസയിലെ സംഘർഷം പ്രദാനം ചെയ്ത പട്ടിണി കൊണ്ട് മരിച്ചവരെ കൂടി നിങ്ങളത് കൂട്ടണം. അല്ലാതെ ബോംബിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് മാത്രമല്ല എന്നുള്ള കാര്യം. എനിക്കിപ്പോഴും എന്റെ മനസ്സിലേക്ക് വരുന്നത് ഇറാഖിന്റെ സംഘർഷ കാലഘട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകനായി ബാഗ്ദാദിൽ ചെലവഴിച്ച ദിവസങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗാസയിലേക്ക് ഒരു ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ പോകാത്തതെന്ന് ആരും ചോദിക്കുന്നില്ല. ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ടാണോ, കേൾപ്പില്ലാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു മാധ്യമപ്രവർത്തകൻ ഗാസയിലേക്ക് പോകുന്നില്ല, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് ഉയരേണ്ടതാണ്. ഇറാഖിന്റെ ആ സംഘർഷകാലത്ത് സദ്ദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന ആ ഘട്ടത്തിൽ ബാഗ്ദാദിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. പക്ഷേ അന്ന് ഞാൻ കണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന് സമാനമായ അതിനേക്കാളും പൈശാചികമായ രംഗങ്ങളാണെന്ന് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു അൽ അമീറിയ ഷെൽട്ടർ സന്ദർശിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായി. ഇന്നും ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശക കേന്ദ്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സിവിലിയൻസ് താമസിച്ചിരുന്ന ഒരു ബങ്കറിൽ അമേരിക്ക ലേസർ ബോംബ് ഇട്ടു. ലേസർ ബോംബ് എന്ന് വെച്ചാൽ ബങ്കറിലേക്ക് സാധാരണ ബോംബ് പതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ വിടവിലൂടെ നയിക്കപ്പെടുന്ന ഒരു ലേസർ ബോംബ് ഈ ബങ്കറിലേക്ക് ഇടുന്നു. 408 പേർ ആ ബങ്കറിൽ ഉരുകി മരിക്കുന്നു. ഒരുപക്ഷെ ഉരുകി മരിക്കുന്നു പറയുമ്പോൾ ഒരു ലേസർ ബോംബ് കൊണ്ടുണ്ടാകുന്ന താപം 1600 സെൽഷ്യസിന് മുകളിലാണ്. 1600 സെൽഷ്യസ്. ഒരു 50 സെൽഷ്യസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം നോക്കുക. 1600. അന്ന് ഞങ്ങള് ഈ ഷെൽട്ടറിൽ പോയപ്പോൾ ഈ ബങ്കറുടെ ഭിത്തികളിൽ ഉരുകിച്ചേർന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും രൂപം നമുക്ക് വേണേ സ്പർശിക്കാൻ പറ്റുമായിരുന്നു. തൊട്ടു തലേന്ന് വിവാഹിതരായിട്ടുള്ള 2 പേർ അവര് ഈ അലാറം കേട്ടപ്പോഴേക്കും ഈ ബങ്കറിലേക്ക് കയറി. അവരവരുടെ വിവാഹ വസ്ത്രത്തിലായിരുന്നു അവരുള്ളത്. ഈ ബോംബ് വന്നപ്പോൾ അവര് ആലിംഗനബദ്ധരായി അവർ ആ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നു. ഇതൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിനേക്കാളും ഭയാനകമായ രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഏതൊരു വ്യക്തിക്കും മനസ്സിൽ കാലുഷ്യവും രോഷവും തോന്നേണ്ടത്. പക്ഷേ 28ഓളം സംസ്ഥാനങ്ങളുടെ ഇന്ത്യയിൽ കേരളം പോലുള്ള ഒരു കൊച്ചു തുരുത്തിലാണ് ഇതുപോലുള്ള പ്രതിഷേധത്തിന്റെ ജാല ഉയരുന്നതെന്ന് മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഒരുപക്ഷെ RS ബാബുവും മീഡിയ അക്കാദമിയും എടുത്തുയർത്തുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പലസ്തീൻ എന്ന് പറയുന്നത്, ഗാസ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിലെ വിങ്ങലാണ്. ആ വിങ്ങലിനോടൊപ്പം ചേരുക എന്ന് പറയുന്നത് മനുഷ്യനാകുക എന്നുള്ള പ്രക്രിയയുടെ ഭാഗമാണ്.